ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं श्री गुरुभ्यो नमः। हरिः ओम्। अथ शुक्लयजुर्वेदीय काण्वशाः बृहदारण्यक उपनिषत् द्वितीयकाण्डं मुनिकाण्डम् अथवा याज्ञवल्क्यकाण्डं तृतीय अध्यायं जल्परूप उपपत्ति प्रकरणं द्वितीय ब्राह्मणम् आर्तभाग ब्राह्मणं प्रथम मन्त्रम्। अतः एनं जारत्कारव आर्तभागः पप्रच्छ याज्ञवल्क्य इति होवाच कदिग्रहाः कदि अधिग्रहाः इति अष्टो ग्रहाः अष्टो अधिग्रहाः इति एते अष्टो ग्रहाः अष्टो अधिग्रहाः कथमेत इति। യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ബൃഹദാരണ്യ ഉപനിഷത്ത് ആർത്തഭാഗ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കാം. പ്രഥമ മന്ത്രം ആഖ്യായിക ദ്വിതീയ ബ്രാഹ്മണം ആരംഭിക്കുന്നത് നമ്മൾ കണ്ടു. ജാരത്കാരൻ എന്ന ആർത്തഭാഗൻ രണ്ടാമതായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയോട് ചോദ്യം ചോദിക്കുകയായിരുന്നു. ആ ചോദ്യം പ്രധാനപ്പെട്ട ഗ്രഹങ്ങളേവ അവയുടെ അധിഗ്രഹങ്ങളേവ. യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു സുപ്രധാനങ്ങളായ 8 ഗ്രഹങ്ങളുണ്ട്, അതിന് 8 അധിഗ്രഹങ്ങളുമുണ്ട് എന്ന് പറഞ്ഞു. അത് ഏവ് എന്ന് വിശദീകരിക്കാമോ? ഏതേ അഷ്ടൗ ഗ്രഹാः അഷ്ടൗ അധിഗ്രഹാः കഥമേ തേ ഇതി, അല്ലെങ്കിൽ കഥമേ ത ഇതി. അല്ലേ, ഏതെല്ലാമാണ്? അപ്പം കഥമേ അല്ലേ, ഏതെല്ലാമാണ് നമ്മുടെ പുസ്തകത്തിലുണ്ടല്ലോ അല്ലേ. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം മലയാള പരിഭാഷയുള്ളവർ ഏതെല്ലാം കഥമേന്ന് വെച്ചാൽ ഏതെല്ലാം എന്നാണ് അർത്ഥം. വിച്ച് വൺ എന്നുള്ള നമ്മൾ പറയാറില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഏതെല്ലാം എന്ന് വിസ്തരിക്കാമോ. കഥമേ വിസ്താരത്തെ എന്ന വാക്കിന് വിസ്താരം കുറുവന്തഃ. അത് ആർത്തഭാഗൻ ചോദിക്കുന്നതായിട്ടാണ് ഭഗവാൻ ആദിശങ്കരാചാര്യസ്വാമി തൻ്റെ ഭാഷ്യത്തിൽ പറയുന്നത്. വെറുതെ അങ്ങ് ചോദിക്കുകയല്ല, വിസ്തരിച്ച് അങ്ങ് പറയൂ. കാരണം എന്തുകൊണ്ട് ഇവിടെ വിസ്താരം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള മന്ത്രങ്ങളിലെല്ലാം യാജ്ഞവൽക്യ മഹർഷി സംസാരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കയറി ആർത്തഭാഗൻ ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു യാജ്ഞവൽക്യ മഹർഷിയെ മനസ്സിലാക്കിയ രീതിയും നമുക്കിനി മുന്നോട്ടുള്ള മന്ത്രങ്ങളിൽ കാണാം. ഇടയ്ക്കൊന്നും ഒരു ചോദ്യവും ഇല്ല. വിസ്തരിക്കാമോ എന്ന് ചോദിക്കുന്നു. അത് എത്ര സമയമെടുത്ത് എത്ര മന്ത്രങ്ങളിലൂടെയാണോ യാജ്ഞവൽക്യ മഹർഷി വിസ്തരിക്കുന്നത് അത് ക്ഷമയോടെ കേട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പം ഇവിടെ കഥമേ വിസ്താരം കുറുവന്തഃ. കുറുവന്തഃ എന്ന് വെച്ചാൽ ചെയ്യ വേണം, വിസ്തരിച്ച് പറയ വേണം എന്നുള്ള അർത്ഥം. അത് യാജ്ഞവൽക്യ മഹർഷി ഇവർ ഈ വിദ്വത്സഭയുടെ രീതി ഇങ്ങനെ ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലല്ലോ, ഈ തർക്കശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയാണ്. അതിന് പല രീതികളുണ്ട് അത് തർക്കിക്കേണ്ടത്. അതിനൊരു വിഷയമുണ്ടാകണം അല്ലേ, അത് ഞാൻ ഏത് ഭാഗമാണെന്ന് ആദ്യം തന്നെ ഞാൻ പ്രസൻറ്റ് ചെയ്യണം. ഇന്ന ഗ്രൂപ്പാണ് ഞാൻ അല്ലേ,
എന്നിട്ട് ആ ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ ചോദ്യം ചോദിക്കണം അല്ലേ. അതിൽ സംശയങ്ങൾ ചോദിക്കുക, അതിന് ഉത്തരം പറയുക. അതിന് വളരെ നമ്മുടെ സൂത്രം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അതായത് ബ്രഹ്മസൂത്രം, നാരദീയ ഭക്തി സൂത്രം, അതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. അതായത് അതിൻ്റെ രീതി എന്താ, വളരെ ചുരുക്കിയല്ലേ പറയുക. അപ്പം അതുപോലെ തന്നെയാണ് തർക്കശാസ്ത്രവും. ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കിയാണ് ചോദിക്കുക, എന്നിട്ട് ഉത്തരം പറയുന്ന രീതിയും അങ്ങനെയാണ്. ഇവിടെ അങ്ങനെ ഒരു രീതിയാണ്, കാരണം സംവാദമാണല്ലോ. അപ്പം യാജ്ഞവൽക്യ മഹർഷി അത് മനസ്സിലാക്കി തന്നെയാണ് ഉത്തരം പറയുന്നത്. നമ്മൾക്ക് ഈ രീതി അത്ര പരിചയമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആചാര്യസ്വാമികൾ തൻ്റെ ഭാഷ്യത്തിൽ എന്താണ് ചോദ്യകർത്താവ് ഉദ്ദേശിക്കുന്നത്, അതിനെങ്ങനെയാണ് യാജ്ഞവൽക്യ മഹർഷി ഉത്തരം പറയുന്നത് എന്ന് നമുക്ക് വിസ്തരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കൂട്ടിച്ചേർത്തത് എന്തെല്ലാമാണ് ഈ 8 സുപ്രധാന ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ വിഷയങ്ങൾ എന്തെല്ലാമെന്ന് വിസ്തരിക്കുക അല്ലേ. വിസ്താരം എന്ന് വെച്ചാൽ എലാബറേഷൻ അല്ലേ. വിസ്തരിച്ച് ചോദിക്കുകയാണ് അർത്ഥഭാഗൻ. അതിന് യാജ്ഞവൽക്യ മഹർഷി പറയുന്ന ഉത്തരമാണ്. നമുക്ക് അതിലേക്ക് പ്രവേശിക്കാം. ഇനി 2 മുതൽ 9 വരെയുള്ള മന്ത്രങ്ങൾ, ആ വിസ്താരം യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. നമുക്ക് ദ്വിതീയ മന്ത്രത്തിലേക്ക് പ്രവേശിക്കാം. പ്രാണോ വൈ ഗ്രഹഃ സഹ അപാനേന അധിഗ്രാഹേണ ഗൃഹീതഃ അപാനേന ഹി ഗന്ധാൻ ജിഘ്രതി. പ്രാണോ വൈ ഗ്രഹഃ സഹ അപാനേന അധിഗ്രാഹേണ ഗൃഹീതഃ അപാനേന ഹി ഗന്ധാൻ ജിഘ്രതി. പ്രാണോ വൈ ഗ്രഹഃ സഹ അപാനേന അധിഗ്രാഹേണ ഗൃഹീതഃ അപാനേന ഹി ഗന്ധാൻ ജിഘ്രതി. പ്രാണോ വൈ ഗ്രഹഃ സഹ അപാനേന അധിഗ്രാഹേണ ഗൃഹീതഃ അപാനേന ഹി ഗന്ധാൻ ജിഘ്രതി. ഒന്നാമത്തെ ഇന്ദ്രിയത്തിനെ കുറിച്ച് പറയുകയാണ്. 8 സുപ്രധാന ഇന്ദ്രിയങ്ങൾ, അതിൻ്റെ വിഷയങ്ങൾ ഏതെന്നാണല്ലോ ചോദ്യം. അപ്പോൾ അതിലൊന്നാമത്തത് എന്താണ്? പ്രാണോ വൈ ഗ്രഹഃ അല്ലേ. ഗ്രഹഃ കണ്ടോ, അത് ഏകവചനമാണ്. അതായത് 1 അല്ലേ. പ്രാണൻ, പ്രാണൻ എന്ന് വെച്ചാൽ ഘ്രാണേന്ദ്രിയം, അത് ഗ്രഹമാകുന്നു. ഗ്രഹം എന്ന് വെച്ചാൽ എന്താണ്? ഇന്ദ്രിയം. അപ്പം ഒന്നാമത്തെ പ്രാണോ വൈ ഗ്രഹഃ ഇസിക്കൽ ടു ഘ്രാണേന്ദ്രിയം. നമ്മൾ ആ ടേബിൾ മാത്രം നോക്കിയാൽ മതി, നിങ്ങൾ മന്ത്രത്തിലേക്കൊന്നും പോകണ്ട, അത് എളുപ്പമാണ്. അത് മാത്രം നോക്കിയാൽ മതി. എന്താണ് ഏറ്റവും, നമുക്ക് ആ ഇന്ദ്രിയം ഇല്ലാണ്ട് നമുക്ക് ജീവിതം ഇല്ല അല്ലേ, അല്ലെ ജീവനില്ല. ഘ്രാണേന്ദ്രിയം നശിച്ചു പോയാലല്ലേ എന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. അപ്പം അത് ആദ്യത്തെ സുപ്രധാനത്തിൽ ഒന്നാമത്തെ പ്രധാനി ആരാണ്? പ്രാണം എന്ന് വെച്ചാൽ ഇവിടെ ഘ്രാണേന്ദ്രിയം, ഉച്ഛ്വാസം നിശ്വാസം ചെയ്യാൻ സഹായിക്കുന്ന ഇന്ദ്രിയം. ആരാണത്? ഘ്രാണേന്ദ്രിയം അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. സഹ അപാനേന അധിഗ്രാഹേണ. അധിഗ്രഹേണ എന്നും പറയാട്ടോ, പക്ഷെ ശുക്ല യജുർവേദത്തിൽ ഛാന്ദസ പ്രയോഗമായിട്ട് ഗ്രാഹേണ എന്ന് പറയുന്നതേ ഉള്ളൂ. അധിഗ്രഹേണ എന്നും പറഞ്ഞാൽ പാണിനി മഹർഷിയുടെ വ്യാകരണം അനുസരിച്ച് തെറ്റില്ല. അതിലേക്കൊന്നും കൂടുതൽ വിസ്തരിച്ച് പോകണ്ട. അധിഗ്രാഹേണയെന്നും പറയാം, ഗ്രഹേണയെന്നും പറയാം, അർത്ഥവ്യത്യാസം വരുന്നില്ല എന്ന് മാത്രം മനസ്സിലാക്കുക നമ്മൾ. ഇവിടെ അടുത്തത് പറയുന്നു സഹ അപാനേന അധിഗ്രഹേണ അല്ലെങ്കിൽ അധിഗ്രാഹേണ ഗൃഹീതഃ. ഇവിടെ അപാനൻ, അപാനൻ എന്നുള്ളിടത്ത് നിങ്ങൾ എഴുതിക്കോളൂ. ഗന്ധം വേർതിരിച്ചറിയുവാൻ സഹായിക്കുന്ന പ്രാണന്റെ ഭാവങ്ങളിൽ ഒന്ന്. ഗന്ധം വേർതിരിച്ചറിയുവാൻ സഹായിക്കുന്ന, ഗന്ധം വേർതിരിച്ചറിയുവാൻ സഹായിക്കുന്ന
പഞ്ചപ്രാണന്റെ ദ്വിതീയ ഭാവം, അതാണ് അപാനൻ എന്ന് വെച്ചാൽ എന്താ? 5 പ്രാണന്മാർ, രണ്ടാമത്തെ പ്രാണൻ അപാനൻ രണ്ടാമത്തെ ഭാവമാണല്ലോ അല്ലേ? അതാണ് ഗന്ധം. ആ കോളത്തിൽ തന്നെ ബ്രാക്കറ്റിൽ എഴുതിയാലും മതി, ഇനി ഇങ്ങനെ എഴുതാനില്ല, അപാനൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ എഴുതാൻ. അതുകൊണ്ട് അവിടെ തന്നെ ആ ടേബിൾ വരച്ചെടുത്ത് തന്നെ എഴുതിക്കോളൂ. ഗന്ധം വേർതിരിച്ചറിയുവാൻ സഹായിക്കുന്ന പ്രാണന്റെ ദ്വിതീയ ഭാവം അപാനൻ. അപാനൻ മറ്റ് ധർമ്മവും ചെയ്യുന്നുണ്ട്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? വിസർജനേന്ദ്രിയത്തിനെ സഹായിക്കുന്നതാണ് അപാനൻ അല്ലേ? അതുമാത്രമല്ല, നമുക്ക് ഗന്ധത്തെ വേർതിരിച്ചറിയുവാൻ, ഇത് നമ്മൾ എവിടെയെങ്കിലും പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല, വേദാന്ത സാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നാണ്, വേറെ എവിടെയും പഠിച്ചിട്ടില്ല. അപാനന്റെ സാധാരണ ധർമ്മം വിസർജനേന്ദ്രിയത്തിനെ സഹായിക്കുക, ജനനേന്ദ്രിയത്തിനെ സഹായിക്കുക എന്നതാണ്. അപാനന് മറ്റൊരു ധർമ്മവും കൂടി ഉണ്ട്. അപാനൻ എന്താണ്? അപാനന്റെ സഹായം കൊണ്ടാണ് നമ്മൾ ഗന്ധത്തിനെ വേർതിരിച്ചറിയുന്നത്. ഗുഡ് സ്മെല്ല്, ബാഡ് സ്മെല്ല് അല്ലേ? സുഗന്ധം, ദുർഗന്ധം, ഇതൊക്കെ വേർതിരിച്ചറിയുവാൻ നമ്മൾ വിചാരിക്കും ഇതല്ല എനിക്ക്, എൻ്റെ ഘ്രാണേന്ദ്രിയം എത്രമാത്രം പവർഫുള്ളാണ്, എത്ര ശക്തമാണ്, എനിക്ക് എത്ര ദൂരത്തുള്ള സുഗന്ധവും അറിയാം അല്ലെ ദുർഗന്ധവും അറിയാം. അല്ല, ഇത് അപാനൻ എന്ന വായുവിൻ്റെ നമുക്ക് കോവിഡ് വന്നപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾക്കൊക്കെ? എനിക്ക് കോവിഡ് വന്നിരുന്നു 2010. അപ്പോഴാണ് മനസ്സിലായത് ഈ സുഗന്ധം ദുർഗന്ധം ഒരു ഗന്ധവും അറിയുന്നില്ല അല്ലേ? നമ്മളിൽ ചിലർക്കെങ്കിലും അത് അനുഭവം ഉണ്ടായിരിക്കും. കാരണം എന്താ? ആ അപാന വായുവിന് പ്രവർത്തിക്കുവാനുള്ള ശക്തി കുറഞ്ഞു വരുന്നു. ആ എന്താണ്? മറ്റൊരു വൈറസ് ശരീരത്തിൽ കൂടുതലായി കളിക്കുന്നതുകൊണ്ട് അല്ലേ? കൂടുതലായി പ്രവർത്തിക്കുന്നത് കൊണ്ട്. അപ്പോൾ അപാന വായുവിന് ശക്തി ക്ഷയിച്ചു. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ എന്താണ്? ആ പുറമേ നിന്നുള്ള വൈറസ് പോകുമ്പോൾ പിന്നെയും അപാനവായു അല്ലേ വളരെ ഊർജ്ജസ്വലമായി വീണ്ടും നമുക്ക് സുഗന്ധ ദുർഗന്ധങ്ങളെ അറിയാൻ സാധിക്കുന്നു. നമ്മൾ നാഗൻ, കൃകലൻ, ധനഞ്ജയൻ, ഉപപ്രാണന്മാരൊക്കെ പറഞ്ഞില്ലേ? അവിടെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ അപാനെന്ന് നമ്മൾ എഴുതിയത്. അതിഗ്രഹം കോളത്തിൽ എഴുതിയില്ലേ? ഘ്രാണേന്ദ്രിയം എന്നത് പ്രഥമ ഇന്ദ്രിയം, അതിൻ്റെ വിഷയം എന്താണ്? അപാനൻ. അപാനൻ എന്നുള്ള വിഷയമല്ല, അപാനൻ എന്താണ്? ഗന്ധത്തിനെ അല്ലേ, സുഗന്ധം ദുർഗന്ധം എന്ന വിഷയങ്ങളെ നമ്മളിൽ നിന്നും പുറമേ ഉള്ള അല്ലേ, നമ്മളിൽ നിന്നും പുറമേ ഉള്ള വിഷയങ്ങളെ നമ്മൾ എങ്ങനെ സഹായിക്കും? ഇപ്പം നമ്മുടെ ദേഹത്ത് തന്നെ നമ്മൾ ഒരുപാട് ജോലി ചെയ്തു, നമ്മുടെ ശരീരമൊക്കെ വീർത്തു അല്ലേ, സ്വെറ്റായി, അപ്പോൾ എന്താ? ദുർഗന്ധമാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അല്ലേ? അയ്യോ, ഞാൻ കുളിക്കാൻ സമയമായി അല്ലേ, കാരണം ദുർഗന്ധം വരുന്നു അല്ലെ? സുഗന്ധം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അപ്പോൾ അത് ആരാണ് സഹായിക്കുന്നത്? അപാനവായു. അതാണ് ഇവിടെ സഹ അപാനേന അതിഗ്രാഹേണ എന്ന് കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപാനൻ അതിഗ്രഹമാകുന്നു, അതായത് പുറമേ ഉള്ള ഗന്ധത്തിനെ തിരിച്ചറിയുവാൻ നമ്മൾക്ക് നമ്മുടെ ഘ്രാണേന്ദ്രിയം വഴി മൂക്കിലൂടെ നമുക്കതിനെ വേർതിരിച്ചറിയുവാൻ സഹായിക്കുന്നത് ആരാണ്? ഈ അപാനവായുവാണ് അതിനെ സഹായിക്കുന്നത്. അപാനേന ഹി ഗന്ധാൻ ജിഘ്രതി. ഈ അപാനവായു പഞ്ചപ്രാണനിൽ രണ്ടാമത്തെ പ്രാണനാണ് അപാനൻ. ആ അപാനൻ എന്താ ചെയ്യുന്നു? ഗന്ധാൻ ജിഘ്രതി, വിവിധങ്ങളായ ഗന്ധങ്ങളെ അല്ലേ ഘ്രാണേന്ദ്രിയത്തിലൂടെ, ജിഘ്രതി എന്ന് വെച്ചാൽ സ്വീകരിക്കുക, ടു അബ്സോർബ് എന്നുള്ള അർത്ഥമാണ്. അപ്പം അപാനവായു സഹായിക്കുകയാണ് നമ്മൾ ഉച്ഛ്വാസം നിശ്വാസം ചെയ്യുമ്പോൾ സുഗന്ധവും ദുർഗന്ധവും നമ്മൾ വേർതിരിച്ചറിയുന്നു. ആ വേർതിരിച്ചറിയുവാൻ അപാനവായു അതിനെ സഹായിക്കുന്നു. അപ്പം ഈ 5 പ്രാണന്മാരോടും നമുക്ക് മഹത്വബുദ്ധി ഉണ്ടാകണം. അവർ യഥാവിധി ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു.
നമ്മുടെ അടുത്തുനിന്ന് ഒരു പ്രതിഫലവും വാങ്ങാതെ. അതാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി 8 ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനം ഘ്രാണേന്ദ്രിയം എന്നതുകൊണ്ട് ആദ്യം തന്നെ അത് പറഞ്ഞിരിക്കുന്നത്. അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. തൃതീയ മന്ത്രം, മൂന്നാമത്തെ മന്ത്രം അടുത്ത ഇന്ദ്രിയത്തിനെ കുറിച്ച് പറയുകയാണ്. അടുത്തത് അതല്ല, നിങ്ങൾ ആ പുസ്തകവും കൂടെ ഉള്ളവർ നോക്കിക്കോളൂ. മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം, പുതിയ പുസ്തകം 217 കണ്ടോ? കുറിപ്പ് വായിച്ചു നോക്കൂ. ഗന്ധത്തെ അറിയുന്നത് അപാനന്റെ സഹായം കൊണ്ടാകയാൽ, അല്ലേ? ഗന്ധത്തെ അപാനനായി പറഞ്ഞിരിക്കുന്നു. ഇപ്പം ഗന്ധത്തെ അറിയുക എന്ന് വെച്ചാൽ ഗന്ധത്തെ വേർതിരിച്ചറിയുക എന്ന് മനസ്സിലാക്കണേ. കാരണം ഒരു ഗന്ധമല്ല ഈ ഭൂമിയിലുള്ളത്, അല്ലേ? സുഗന്ധം, ദുർഗന്ധം നമുക്കറിയാം, പല പല ഗന്ധങ്ങളെ. മസാലയുടെ ഗന്ധം നമ്മൾ വേർതിരിച്ചറിയുന്നു, അല്ലേ? റോസപ്പൂവിൻ്റെ ഗന്ധം വേർതിരിച്ചറിയുന്നു, അല്ലേ? ആ റോസപ്പൂവിൻ്റെ ഗന്ധമല്ല മുല്ലപ്പൂവിനുള്ളത്, അല്ലേ? അല്ലെങ്കിൽ നന്ദ്യാർവട്ടത്തിനുള്ളത്, ഗന്ധരാജനുള്ളത്. ഓരോ പൂവിനും ഓരോ ഗന്ധമാണ്. നമ്മളത് വേർതിരിച്ചറിയുന്നുണ്ടല്ലോ, അല്ലേ? അല്ലേ? അതുപോലെ തന്നെ ഓടയിലെ വെള്ളത്തിന് ആ ഗന്ധം നമ്മൾ വേർതിരിച്ചറിയുന്നു, അല്ലേ? എന്തെങ്കിലും വസ്തുക്കൾ ചീഞ്ഞളിഞ്ഞാലുള്ള ഗന്ധം അത് നമ്മൾ വേർതിരിച്ചറിയുന്നു. അപ്പം അതാണ് ഇവിടെ ഗന്ധത്തെ അറിയുന്നത് എന്നുള്ളതിൻ്റെ ഇടയിൽ ചേർത്തോണം വേർതിരിച്ചറിയുന്നു. ടു ഡിസ്ക്രിമിനേറ്റ് എന്നുള്ള അവിടെയുണ്ട്. ഗന്ധത്തെ നമ്മൾ ഡിഫറൻഷിയേറ്റ്, അതിനെ വേർതിരിച്ചറിയുന്നത് അപാന വായുവിൻ്റെ സഹായം കൊണ്ടാണ്. അതാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞത്, അല്ലേ? നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് പോവാം. തൃതീയ മന്ത്രം, മൂന്നാമത്തെ മന്ത്രം. വാഗ്വൈഗ്രഹഃ സഹ നാംന അധിഗ്രാഹേണ ഗൃഹീതഃ വാചാഹി നാമാനി അഭിവദന്തി. വാഗ്വൈഗ്രഹഃ സഹ നാംന ഗ്രാഹേണ ഗൃഹീതഃ വാചാഹി നാമാനി അഭിവദന്തി. വാഗ്വൈഗ്രഹഃ സഹ നാംന അധിഗ്രാഹേണ ഗൃഹീതഃ വാചാഹി നാമാനി അഭിവദന്തി. അടുത്ത ഇന്ദ്രിയത്തിൽ രണ്ടാമത്തത്. അപ്പോൾ ഒന്ന് ഘ്രാണേന്ദ്രിയം കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ ഇന്ദ്രിയം പറയുന്നു വാഗ്വൈഗ്രഹഃ. അപ്പോൾ അത് വാഗേന്ദ്രിയം. വാഗ്വൈഗ്രഹഃ എന്ന് വെച്ചാൽ, ഗ്രഹഃ എന്ന് വെച്ചാൽ ഇവിടെ ഇന്ദ്രിയം. അപ്പോൾ വാഗേന്ദ്രിയത്തിനെയാണ് രണ്ടാമതായി ഞാൻ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ മന്ത്രത്തിൽ അത് കേട്ടിട്ട് ആർത്തഭാഗൻ ഒരു ചോദ്യവുമില്ല. യാജ്ഞവൽക്യ മഹർഷിയുടെ ഉത്തരത്തിൽ അദ്ദേഹം തൃപ്തനാണ്. അതിവിടെ പറയുന്നില്ല, നമ്മൾ മനസ്സിലാക്കിക്കോണം. അദ്ദേഹത്തിന് എതിർപ്പുണ്ടാകണമെങ്കിൽ, ആർത്തഭാഗൻ എന്ന ചോദ്യകർത്താവിന് എതിർപ്പുണ്ടാകണമെങ്കിൽ അദ്ദേഹം ചോദിച്ചേനെ. ഇവിടെ ചോദിക്കുന്നില്ല. മൂന്നാമത്തെ മന്ത്രവുമായി യാജ്ഞവൽക്യ മഹർഷി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആർത്തഭാഗനും എതിർപ്പില്ല, വിദ്വത്സഭയ്ക്കും എതിർപ്പില്ല. അദ്ദേഹം പറയുന്ന ചോദ്യത്തിനുള്ള യഥാർത്ഥ മറുപടി തന്നെയാണ് യാജ്ഞവൽക്യ മഹർഷി പറയുന്നതെന്ന് വിദ്വത്സഭ മുഴുവൻ മൗനമായി അംഗീകരിക്കുന്നു. ആ ഭാവന നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ അതുകൊണ്ടാണ് മൂന്നാമത്തെ മന്ത്രം യാജ്ഞവൽക്യ ഇതിഹോവാച എന്നൊന്നും പറയാത്തത്. കാരണം യാജ്ഞവൽക്യ മഹർഷി തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരം 8 ഇന്ദ്രിയങ്ങളെയും അതിൻ്റെ വിഷയങ്ങളെയും അദ്ദേഹം നിരത്തി അങ്ങ് പറയുകയാണ്. അവിടെ ഇടയ്ക്കൊരു ഡിസ്റ്റർബൻസ് ഒന്നും വരുന്നില്ല. അതാണ് വാഗ്വൈഗ്രഹഃ. യാജ്ഞവൽക്യ മഹർഷി പറയുന്നു രണ്ടാമത്തെ പ്രധാന ഇന്ദ്രിയം വാഗേന്ദ്രിയം. വാഗേന്ദ്രിയം പറയുന്നു. എന്നിട്ട് പറയുന്നു സഹ നാംന അധിഗ്രാഹേണ ഗൃഹീതഃ. വാഗേന്ദ്രിയത്തിൻ്റെ അധിഗ്രാഹം, അധിഗ്രാഹം എന്ന് വെച്ചാൽ വിഷയം, അല്ലേ? വിഷയങ്ങൾ. വാഗേന്ദ്രിയത്തിൻ്റെ വിഷയം എന്താണ്? ശബ്ദം, അല്ലേ? നമ്മൾ വാഗേന്ദ്രിയം കൊണ്ട് എന്തിനാ വാഗേന്ദ്രിയം ഉപയോഗിക്കുന്നത്? കർമ്മേന്ദ്രിയങ്ങളിൽ ഒന്നാണ് വാഗേന്ദ്രിയം, അല്ലേ? അത് നമുക്കറിയാം. സംസാരിക്കുവാനായിട്ടാണ് വാഗേന്ദ്രിയം നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ശബ്ദം. അതാണ് ഇവിടെ പറയുന്നത് നാംന. നാംന എന്ന് വെച്ചാൽ വാക്കുകൾ, ശബ്ദം എന്നുള്ള അർത്ഥം വേണം എടുക്കാൻ. അല്ലാണ്ട് നാംന എന്നുള്ള നാമങ്ങൾ എന്നുള്ള അർത്ഥം ഇവിടെ എടുക്കരുത്. നാംന എന്ന് വെച്ചാൽ വാക്കുകൾ, ശബ്ദങ്ങൾ എന്നുള്ള അർത്ഥമാണ്.
അപ്പം വാഗേന്ദ്രിയത്തിന് വിഷയം, നമുക്ക് വാഗേന്ദ്രിയം ഉണ്ട്, പക്ഷെ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെ സംസാരിക്കും അല്ലേ? അപ്പോൾ അതിന് വിഷയം എന്താണ്? ശബ്ദങ്ങളാകുന്നു, വാക്കുകളാകുന്നു. വാചാഹി നാമാനി അഭിവദന്തി. വാഗേന്ദ്രിയത്തിൻ്റെ സഹായത്തിനാലാണ്. അതാണ് വാചാഹി നാമാനി അഭിവദന്തി എന്ന് വെച്ചാൽ വാഗേന്ദ്രിയത്തിൻ്റെ സഹായത്തിനാലാണ് ശബ്ദത്തിന് നിലനിൽപ്പുള്ളൂ. ടു സസ്റ്റെയിൻ, നിലനിൽക്കുക അല്ലേ? ശബ്ദം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? വാഗേന്ദ്രിയത്തിൻ്റെ സഹായം. എനിക്ക് ഒരുപാട് ശബ്ദങ്ങൾ അറിയാം, പക്ഷേ വാഗേന്ദ്രിയം പ്രവർത്തനരഹിതമാണെങ്കിലോ ശബ്ദങ്ങൾ അറിയാവുന്നതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് ആ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുവാൻ സഹായിക്കുന്ന ഇന്ദ്രിയം വാഗേന്ദ്രിയമായതിനാൽ വാഗേന്ദ്രിയത്തിൻ്റെ സഹായം കൊണ്ടാണ് സംസാരശേഷി ഉള്ളത്. അതാണ് പറയുന്നത് വാചാഹി നാമാനി അഭിവദന്തി. നാമാനി എന്ന് വെച്ചാൽ ശബ്ദാനി. വാചാഹി ശബ്ദാനി അഭിവദന്തി. ശബ്ദങ്ങൾ എനിക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുന്ന, അല്ലെ സംസാരിക്കാൻ സാധിക്കുന്നത് വാചാഹി എന്ന് വെച്ചാൽ വാഗേന്ദ്രിയാണി, വാഗേന്ദ്രിയത്തിൻ്റെ സഹായം കൊണ്ടാണ് അല്ലേ? അതാണ് നമ്മൾ ആ ടേബിളിൽ രണ്ടാമതായിട്ട് എഴുതിയത്. വാഗേന്ദ്രിയം എന്ന് വെച്ചാൽ ശബ്ദം. വാഗേന്ദ്രിയത്തിന് വിഷയം ശബ്ദമാണ്. ശബ്ദം എന്ന് വെച്ചാൽ കേൾവി എന്നുള്ള അർത്ഥം എടുക്കരുത് ഇവിടെ കേട്ടോ. അടുത്തത് ഇനിയും വരുന്നുണ്ട്. ശ്രോത്രേന്ദ്രിയത്തിനും ശബ്ദം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ശബ്ദം എന്ന് പറഞ്ഞ്, അതായത് മൂന്നാമത്തെ മന്ത്രത്തിൽ ശബ്ദം എന്ന് പറഞ്ഞ് സംസാരിക്കുക, നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ എന്നുള്ള അർത്ഥമാണ് അല്ലേ? എളുപ്പമല്ലേ ഇത്? നമുക്ക് അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. ചതുർത്ഥ മന്ത്രം, നാലാമത്തെ മന്ത്രം. ജിഹ്വാ വൈ ഗ്രഹഃ സഹ രസേന അധിഗ്രാഹേണ ഗൃഹീതഃ ജിഹ്വയാ ഹി രസാൻ വിജാനാതി. ജിഹ്വാ വൈ ഗ്രഹഃ സഹ രസേന അധിഗ്രാഹേണ. സഹ രസഃ അധിഗ്രാഹേണ. രസേന സഹ രസേന അധിഗ്രാഹേണ ഗൃഹീതഃ ജിഹ്വയാ ഹി രസാൻ വിജാനാതി. ജിഹ്വാ വൈ ഗ്രഹഃ സഹ രസേന അധിഗ്രാഹേണ ഗൃഹീതഃ ജിഹ്വയാ ഹി രസാൻ വിജാനാതി. ജിഹ്വാ വൈ ഗ്രഹഃ സഹ രസേന അധിഗ്രാഹേണ ഗൃഹീതഃ ജിഹ്വയാ ഹി രസാൻ വിജാനാതി. ജിഹ്വാ, ജിഹ്വാ നാവ് അല്ലേ? ജിഹ്വാ രസനേന്ദ്രിയത്തിനെ പറയുകയാണ് ഇവിടെ. നാവ് അതാണ്. ജിഹ്വാ വൈ ഗ്രഹ എന്ന് വെച്ചാൽ ഇന്ദ്രിയം. ജിഹ്വാ എന്ന ഇന്ദ്രിയത്തിനെയാണ് ഞാൻ മൂന്നാമതായി പറയുന്നത്. ജിഹ്വാ എന്ന് വെച്ചാൽ രസനേന്ദ്രിയത്തിന്. ഒന്ന് ഘ്രാണേന്ദ്രിയം കഴിഞ്ഞു, പിന്നെ വാക്കേന്ദ്രിയം കഴിഞ്ഞു, അടുത്ത രസനേന്ദ്രിയം പറയുന്നു അല്ലേ? അതിൻ്റെ വിഷയം എന്തായിരിക്കും? രസം അല്ലേ? എളുപ്പമല്ലേ? സഹ രസേന അധിഗ്രാഹേണ ഗൃഹീത. അപ്പം നമ്മൾക്കിപ്പോൾ തോന്നാം, അയ്യോ ഇത്രയും പ്രയാസകരമായ കാര്യങ്ങളെല്ലാം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞതിന് ശേഷം അല്ലേ? കാരണം നമ്മളെ സംബന്ധിച്ച് കർമ്മകാണ്ഡം യാഗാദികളൊക്കെ വളരെ പുതുമയുള്ളതായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് യാജ്ഞവൽക്യ മഹർഷി ഇത്രയും എളുപ്പമുള്ളതാണോ പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കണം ചിന്ത? ശമതമ. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ആർത്തഭാഗൻ എന്ന കഥാപാത്രത്തെ കൊണ്ടുവരുന്നതും നമുക്കിത് ഈ ഇന്ദ്രിയങ്ങളും അതിലൂടെ നമ്മൾ ആർജിക്കുന്ന വാസനകളും അല്ലെങ്കിൽ വിഷയങ്ങളും ഏതെല്ലാമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സഹരസേന അധിഗ്രാഹേണ ഗൃഹീതഃ. അതായത് രസനേന്ദ്രിയം അല്ലെ ജിഹ്വേന്ദ്രിയം എന്നും അതിന് പറയും കേട്ടോ. പക്ഷെ ആ വാക്ക് അത്ര പ്രചാരത്തിലില്ല. നമ്മൾ രസനേന്ദ്രിയം രസനേന്ദ്രിയം എന്നാണ് പറയാറ്. ജിഹ്വേന്ദ്രിയം എന്നും
പ്രയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ജിഹ്വേന്ദ്രിയം അല്ലെ രസനേന്ദ്രിയം എന്താണ് ചെയ്യുന്നത്? രസേന അധിഗ്രാഹേണ ഗൃഹീത. അതായത് വിവിധ രസേന ബഹുവചനം, വിവിധങ്ങളായ രസങ്ങളെ നമ്മുടെ നാവ് അല്ലേ എപ്പോഴും വിവിധങ്ങളായ രസങ്ങളെ എന്ത് ചെയ്യണം? ഗൃഹീത, സ്വീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. നമുക്കറിയാം വിവിധങ്ങളായ രസങ്ങൾ ഏതൊക്കെയാണ്. മധുരം, പുളി, ഉപ്പ്, കയ്പ്പ് അല്ലേ, ഇത് ഇത്യാദി. അത് എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ള ടെക്നിക്കാലിറ്റി അറിയില്ല, പക്ഷെ എങ്കിലും കേട്ടിട്ടുണ്ട് അല്ലേ. നാവിൻ്റെ ഓരോ ഭാഗത്തും അത് വിവിധ തരത്തിലാണെന്ന് അതിനെ തിരിച്ചറിയുവാനുള്ള കഴിവ്. ഈ നമ്മൾ സാന്ദീപനി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ എല്ലാ നാട്ടിൽ നിന്നും ആളുകളുണ്ടാവുമല്ലോ. പവായിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം വിദേശികളുണ്ട്, മലയാളികളുണ്ട്, ഹിന്ദിയുണ്ട്, പിന്നെ തമിഴുണ്ട്, ആന്ധ്രയാണ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആന്ധ്രാക്കാർക്ക് ഒരു ഉഗാദിയോ അങ്ങനെ എന്തോ ഒരു ഫെസ്റ്റിവലുണ്ട്, അവരുടെ ഒരു ആഘോഷമുണ്ട്. അപ്പോൾ ഈ ആന്ധ്രയിൽ നിന്ന് വന്ന 8-10 പേരുണ്ടായിരുന്നു തുടക്കത്തിലൊക്കെ പഠിക്കാനായിട്ട്. അപ്പോൾ അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ട്, അവർ ഈ ദിവസം ഇവരുടെ ഈ ഉത്സവ ദിവസം എല്ലാം കൂടെ ഇട്ട് ഉപ്പ്, പുളി, മധുരം എല്ലാം കൂടെ വെച്ച് ഇവരൊരു രസം നമ്മളെ രസം ഉണ്ടാക്കൂലേ, അതുപോലെ ഒരു സാധനം ഉണ്ടാക്കും. പിന്നെ നമുക്കെല്ലാം കുടിക്കാൻ തരും. അപ്പോൾ അവരുടെ വിശ്വാസം എന്തെന്ന് വെച്ചാൽ ഒരു ദിവസം, വർഷത്തിൽ ഒരു ദിവസം ഈ രസങ്ങളെല്ലാം ഒരുമിച്ച് നമ്മൾ നാവിൽ ഇടണമെന്ന്. ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് കഴിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളെ കൊണ്ട് സാധിക്കില്ല അത്രയും. കാരണം എല്ലാത്തിൻ്റെയും മിക്സാണ്. മധുരമുണ്ടോ മധുരം ഇല്ല, പുളിയുണ്ടോ പുളിയല്ല, കയ്പ്പാണ് കയ്പ്പുമല്ല, എല്ലാം കൂടി ഇവർ വളരെ എന്താ പറയുക മിക്സ് ചെയ്തിട്ട് ധാരാളം ഉപയോഗിച്ച്, എരിവും പുളിയും എല്ലാം ധാരാളം ഉപയോഗിച്ച് നമുക്കത് കുടിക്കാൻ തരും. അപ്പോൾ ഇവരുടെ വിശ്വാസം അതാണ്. ആ ഒരു ആചാരത്തിൻ്റെ പ്രാധാന്യം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതവും ഇങ്ങനെയാണ്. ചിലപ്പം എരിവുള്ളതായിരിക്കാം, ചിലപ്പോൾ പുളിയുള്ളതായിരിക്കാം, ചിലപ്പോൾ മധുരമായിരിക്കാം, ചിലപ്പോൾ കയ്പ്പായിരിക്കാം. അപ്പോൾ ഇതിനെല്ലാം സ്വീകരിക്കുവാൻ ഞാൻ മാനസികമായി തയ്യാറാക്കപ്പെടലാണ് ആ വർഷത്തിൽ ഒരു ദിവസത്തെ ആചാരം. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഈ നാവിന് എന്താണ് പല പല രസങ്ങളെ അത് ഒന്ന് ആലോചിച്ച് നമുക്ക് വേർതിരിച്ചറിയാൻ, ഭഗവാന്റെ സൃഷ്ടി വേർതിരിച്ചറിയുവാനുള്ള കഴിവ്. നമ്മളിപ്പോൾ പറയില്ലേ, ഒരു കറിക്ക് ഉപ്പ് കുറഞ്ഞാൽ അപ്പം നമ്മൾ പറയില്ലേ ഇതിന് ഉപ്പില്ല. പുറമെ പറയില്ലെങ്കിലും മനസ്സിലെങ്കിലും പറയില്ലേ ഉപ്പില്ല അല്ലേ. അല്ല ചായക്ക് കുറച്ച് മധുരം കുറഞ്ഞാൽ അപ്പം നമ്മളത് വേർതിരിച്ചറിയുന്നില്ലേ, ആ മധുരം ഇല്ല അല്ലേ, അല്ലെ പുളിയില്ല, കയ്പില്ല, ഇത്രയില്ല എന്നുള്ളത്. ആ വേർതിരിച്ചറിയുക ഇത്രയും നീളമുള്ളൂ നാവിന് അല്ലേ. അത് വേർതിരിച്ചറിയുവാൻ സാധിക്കുന്നത് അതാണ് രസനേന്ദ്രിയത്തിൻ്റെ വൈഭവം, അതിൻ്റെ കഴിവെന്ന് പറയുന്നത്. അപ്പം ആ പുറമേ ഉള്ള വിഷയങ്ങളെ, പുറമേ ഉള്ള വിഷയം എന്ന് വെച്ചാൽ ഈ കട്വം, ലവണം ഇത്യാദികൾ ഭഗവത്ഗീതയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടെങ്കിലും ഉണ്ടാകും. അതിനെ വേർതിരിച്ചറിയുന്ന കഴിവ് അത് ആരാണ്? രസനേന്ദ്രിയത്തിൻ്റെ സഹായത്തിനാലാണ്. ജിഹ്വയാഹി രസാൻ വിജാനാതി എന്ന് വെച്ചാൽ, ജിഹ്വയാന്ന് വെച്ചാൽ രസനേന്ദ്രിയത്തിൻ്റെ സഹായത്തിനാലാണ് വിവിധങ്ങളായ രസങ്ങളെ നാവ് വേർതിരിച്ചറിയുന്നത്. രസനേന്ദ്രിയത്തിൻ്റെ സഹായത്തിനാലാണ്. അതൊന്ന് പ്രവർത്തിക്കാതിരുന്ന് ഇതുപോലെ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ഈ കോവിഡ് പോലെയുള്ള മഹാമാരികൾ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പനി വന്നാൽ മതി അല്ലേ, ആ പനി എന്നുള്ള അതിൽ ഉള്ള വൈറസോ ബാക്ടീരിയ എന്താണോ അത് ശരീരത്തിൽ ഉഷാറാവുമ്പോൾ നമുക്കറിയാം നമ്മുടെ നാവിനല്ലേ കയ്പ്പ് വരും, എന്ത് കഴിച്ചാലും രുചി ഉണ്ടാവില്ല അല്ലേ. അപ്പോഴാണ് നമ്മൾ ആ നാവിൻ്റെ പ്രാധാന്യം അതിവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നു. രസനേന്ദ്രിയത്തിൻ്റെ സഹായത്താലാണ് വിവിധങ്ങളായ രസങ്ങളെ
വിവിധങ്ങൾ എന്ന് വെച്ചാൽ മധുരം, പുളി, എരിവ് ഇത്യാദികൾ. ആ രസങ്ങളെ നാവ് വേർതിരിച്ചറിയുന്നത്. അപ്പം ആ നാവിൻ്റെ പ്രാധാന്യം, ഓരോ ഇന്ദ്രിയങ്ങളുടെ പ്രാധാന്യം യാജ്ഞവൽക്യ മഹർഷി ഈ ബ്രാഹ്മണത്തിൽ പറയുകയാണ്. അടുത്ത നമുക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഇന്ദ്രിയം പറയുന്നു, അഞ്ചാമത്തെ മന്ത്രം, പഞ്ചമ മന്ത്രം അല്ലേ. അതുവരെ ഓക്കെ ആണല്ലോ അല്ലേ. ഘ്രാണേന്ദ്രിയം, വാഗേന്ദ്രിയം, രസനേന്ദ്രിയം. അടുത്തത് പഞ്ചമ മന്ത്രം ചക്ഷുരേന്ദ്രിയം. ചക്ഷുർവൈ ഗ്രഹഃ സഹ രൂപേണ അധിഗ്രാഹേണ ഗൃഹീതഃ ചക്ഷുഷാ ഹി രൂപാണി പശ്യതി. ചക്ഷുർവൈ ഗ്രഹഃ സഹ രൂപേണ അധിഗ്രാഹേണ ഗൃഹീതഃ ചക്ഷുഷാ ഹി രൂപാണി പശ്യതി. ചക്ഷുർവൈ ഗ്രഹഃ സഹ രൂപേണ അധിഗ്രാഹേണ ഗൃഹീതഃ ചക്ഷുഷാ ഹി രൂപാണി പശ്യതി. ചക്ഷുർവൈ ഗ്രഹഃ സഹ രൂപേണ അധിഗ്രാഹേണ ഗൃഹീതഃ ചക്ഷുഷാ ഹി രൂപാണി പശ്യതി. അടുത്ത ഏറ്റവും ശരിക്കും ചക്ഷുരേന്ദ്രിയം ആദ്യം വരണമായിരുന്നു. പക്ഷേ യാജ്ഞവൽക്യ മഹർഷി അല്ലേ, മഹർഷിമാർ നമുക്ക് അവരെ ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. എന്താണോ അദ്ദേഹത്തിന് പറയണമെന്ന് തോന്നുന്നത് അത് ഓരോന്നായി പറയുന്നു. നമ്മളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന ഈ 8 ഇന്ദ്രിയങ്ങളും സുപ്രധാനങ്ങൾ തന്നെയാണ്. അടുത്ത പഞ്ചമ മന്ത്രത്തിൽ ചക്ഷുർവൈ ഗ്രഹഃ. അപ്പം എന്തായിരിക്കും? ചക്ഷുരേന്ദ്രിയം. ചക്ഷു എന്നത് ഗ്രഹമാകുന്നു. ഗ്രഹം എന്ന് വെച്ചാൽ ഇന്ദ്രിയം. അടുത്തത് ഞാൻ പറയുന്നത് ചക്ഷുരേന്ദ്രിയത്തിനെ കുറിച്ചാണ്. സഹരൂപേണ അധിഗ്രാഹേണ ഗൃഹീതഃ. ചക്ഷുരേന്ദ്രിയത്തിൻ്റെ സഹായം അല്ലെ, ചക്ഷുരേന്ദ്രിയത്തിനാലാണ് നമ്മൾ എന്താണ് രൂപങ്ങളെ അധിഗ്രഹിക്കുന്നത്, അതായത് സ്വീകരിക്കുന്നത്. അപ്പോൾ ചക്ഷുരേന്ദ്രിയം എന്ന് വെച്ചാൽ കണ്ണ് അല്ലേ. അവള് എവിടെയോ പഠിച്ചത് അത്, അയ്യോ ഓർമ്മയില്ല, മൂർത്താമൂർത്ത ബ്രാഹ്മണാണോ അതോ ശിശു ബ്രാഹ്മണാണോ എന്ന് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. എവിടെ നമ്മൾ പഠിച്ചിരുന്നു. ആദിത്യനാണ്, പിന്നെ 7 ദേവതകൾ അല്ലേ, വരുണദേവൻ, ആദിത്യദേവൻ, ഓരോ ദേവതകൾ സംരക്ഷിക്കുന്നത് അല്ലേ. പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. മൂർത്താമൂർത്ത ബ്രാഹ്മണവോ അല്ലെങ്കിൽ ശിശു ബ്രാഹ്മണമോ, ഇത് രണ്ടിലും. ശിശു ബ്രാഹ്മണാണെന്ന് തോന്നുന്നു, നിങ്ങൾ സമയം കിട്ടുമ്പോൾ നോക്കണേ. അവിടെ നമ്മൾ പഠിച്ചിരുന്നു ആ ചക്ഷുരേന്ദ്രിയത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇത് അവിടെ തന്നെ വീണ്ടും പറയുന്നു യാജ്ഞവൽക്യ മഹർഷി. ചക്ഷുരേന്ദ്രിയം നമുക്ക് വെറുതെ ഒരു 2 ഗോളകം ഉണ്ടായിട്ട് കാര്യമില്ല അല്ലേ. 2 കണ്ണിൻ്റെ സ്ഥാനത്ത് അല്ലേ വസ്തു ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഇന്ദ്രിയത്തിലൂടെ, ആ ഗോളകത്തിലൂടെ നമുക്ക് രൂപങ്ങളെ, വിഷയങ്ങളെ, പുറമേയുള്ള വിഷയങ്ങളെ കാണാൻ സാധിക്കുന്നത് ആ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതാണ് ഇവിടെ പറയുന്ന സഹരൂപേണ അധിഗ്രാഹേണ ഗൃഹീതഃ അല്ലേ. ചക്ഷുരേന്ദ്രിയത്തിൻ്റെ വിഷയം രൂപം. രൂപം എന്ന് വെച്ചാൽ പുറമേയുള്ള വസ്തുക്കൾ അല്ലേ. രൂപം രൂപം പ്രതിരൂപോ ബഹിശ്ച വായുരഥേകോ ഭുവനസ്യ ചക്ഷുഃ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ അല്ലേ. വിവിധങ്ങളായ രൂപങ്ങളെ നമ്മൾ കാണാൻ സാധിക്കുന്നു. അത് ഏത് ജീവചരാചരങ്ങൾക്കും അതിൻ്റെ ആ കാണുക എന്നുള്ള ആ കഴിവ് പലവർക്കും പലരായിരിക്കും. നമ്മൾ മനുഷ്യർ കാണുന്ന പോലെയല്ല പക്ഷി മൃഗാദികൾ കാണുന്നത് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കൂളിൽ അല്ലേ. ഈ നായയൊക്കെ കാണുന്നത് രാത്രിയിൽ അവർക്ക് കണ്ണ് കാണാൻ സാധിക്കും അല്ലേ. അപ്പോഴായിരിക്കും അവരുടെ ചക്ഷുരേന്ദ്രിയം കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുക. ചില ജീവികൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. ഇപ്പം നമ്മളോ
നിങ്ങൾ കളർ ബ്ലൈറ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, ജന്മന വരുന്നത് അല്ലേ. ചില രൂപങ്ങളൊന്നും കാണാൻ സാധിക്കില്ല, ചിലവർക്ക് ബ്ലാക്ക് ജന്മനാ അതേ കാണാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഓരോ വർണ്ണങ്ങളും അത് വേർതിരിച്ച് കാണാൻ സാധിക്കുന്നത് ഇത് ആ ചക്ഷുരേന്ദ്രിയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നമ്മളത് പഠിച്ചിരുന്നു, മധുബ്രാഹ്മണത്തിലും ഈ കാര്യം ചർച്ച ചെയ്തിരുന്നു അല്ലേ. നമ്മൾ ആ ഇന്ദ്രിയത്തിൻ്റെ സഹായം കൊണ്ടാണ് എല്ലാറ്റിനെയും വേർതിരിച്ചറിയുവാൻ സാധിക്കുന്നത്. ചക്ഷുരേന്ദ്രിയത്തിൻ്റെ അടിസ്ഥാന ദേവത ആദിത്യനാണെന്നും അവിടെ പഠിച്ചു. ആദിത്യ ദേവത അവിടെ ഇരുന്ന് ധർമ്മം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, പഠിക്കാൻ സാധിക്കുന്നത് എല്ലാം. അപ്പോൾ ആ ഇന്ദ്രിയത്തിൻ്റെ പ്രാധാന്യം യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. ചക്ഷുരേന്ദ്രിയം ചക്ഷുഷാഹി രൂപാണി പശ്യതി. ചക്ഷുഷാ ശിശുബ്രാഹ്മണം, ശിശുബ്രാഹ്മണം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം, ശിശുബ്രാഹ്മണം അല്ലേ. അജാതശത്രു ബ്രാഹ്മണം കഴിഞ്ഞിട്ട് അടുത്തത് ശിശുബ്രാഹ്മണം. അവിടെ അതാണ് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ പഠിച്ചിട്ട് ഒരു 3 മാസമേ ആകുന്നുള്ളൂ, എന്നിട്ട് മറക്കുകയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഇങ്ങനെ ഒരു റിവിഷൻ. നമ്മൾ മുമ്പ് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് മനനം ചെയ്യാം. ചക്ഷുഷാഹി രൂപാണി പശ്യതി. ചക്ഷുഷാ ദിവചനം, അതായത് നമുക്ക് 2 നേത്രഗോളകം ഉണ്ടല്ലേ, അതാണ്. ചക്ഷുരേന്ദ്രിയത്തിൻ്റെ സഹായത്തിനാലാണ് രൂപാണി, ബഹുരൂപാണി, വിവിധങ്ങളായ രൂപാണി, അവിടെയും ബഹുവചനാണ്, രൂപങ്ങളെ പശ്യതി കാണാൻ സാധിക്കുന്നത്. നമ്മുടെയൊക്കെ കാഴ്ച എന്ന അനുഭവം നമുക്കറിയാം. അതില്ലാണ്ടാവുമ്പോഴത്തെ ബുദ്ധിമുട്ടും നമ്മളൊക്കെ ജീവിതത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല, നമുക്കറിയാവുന്നതാണ്. അപ്പം ആ ചക്ഷുരേന്ദ്രിയങ്ങളുടെ സഹായങ്ങൾ കൊണ്ടാണ് ഈ ഭഗവാൻ സൃഷ്ടിച്ച ഈ വൈവിധ്യമാർന്ന ലോകത്തെ വൈവിധ്യമായി തന്നെ എനിക്ക് കണ്ടനുഭവിക്കാൻ സാധിക്കുന്നത്. അത് ആരാണ് അതിന് സഹായിക്കുന്നത്? ചക്ഷുരേന്ദ്രിയം. അടുത്ത 6ാമത്തെ മന്ത്രം ശ്രോത്രേന്ദ്രിയത്തിനെ കുറിച്ച് പറയുന്നു. 6ാം മന്ത്രം. ശ്രോത്രം വൈ ഗ്രഹഃ സഹ ശബ്ദേന അധിഗ്രാഹേണ ഗൃഹീതഃ. ശ്രോത്രേണ ഹി ശബ്ദാൻ ശൃണോതി. ശ്രോത്രം വൈ ഗ്രഹഃ സഹ ശബ്ദേന അധിഗ്രാഹേണ ഗൃഹീതഃ. ശ്രോത്രേണ ഹി ശബ്ദാൻ ശൃണോതി. ശ്രോത്രം വൈ ഗ്രഹഃ സഹ ശബ്ദേന അധിഗ്രാഹേണ ഗൃഹീതഃ. ശ്രോത്രേണ ഹി ശബ്ദാൻ ശൃണോതി. അടുത്ത പ്രധാനപ്പെട്ട ഇന്ദ്രിയം 5ാമതായിട്ട് 6ാമത്തെ മന്ത്രത്തിൽ ശ്രോത്രേന്ദ്രിയത്തിനെ കുറിച്ച് പറയുന്നു. ശ്രോത്രം വൈ ഗ്രഹഃ എന്ന് വെച്ചാൽ അടുത്ത ഗ്രഹം, അടുത്ത ഇന്ദ്രിയം ഞാൻ പറയുന്നത് ശ്രോത്രേന്ദ്രിയത്തിനെ കുറിച്ചാകുന്നു എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. സഹ ശബ്ദേന, ശബ്ദേന ശബ്ദങ്ങളെ, അധിഗ്രാഹേണ ഗൃഹീതഃ. അപ്പം വിവിധങ്ങളായ ശബ്ദങ്ങളെ എങ്ങനെ നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കുന്നു? ശ്രോത്രേന്ദ്രിയത്തിൻ്റെ സഹായത്തിനാൽ. അപ്പം പുറമേയുള്ള ശബ്ദങ്ങളെ എനിക്ക് അറിയാൻ സാധിക്കുന്നത് ശ്രോത്രേന്ദ്രിയം അല്ല, ചെവിടുള്ളത് കൊണ്ടാണ്. അല്ല, ചെവിടുണ്ടായിട്ടും കാര്യമില്ല, ആ ചെവിട് യഥാവിധി പ്രവർത്തിക്കുകയും വേണം. അതിൻ്റെ സഹായത്തിനാലാണ് എനിക്ക് ശബ്ദങ്ങളെ, കേൾവി എന്ന അനുഭവം ഉണ്ടാകുന്നത്. എന്തെല്ലാം വിവിധങ്ങളായ ശബ്ദങ്ങളാണല്ലേ, നമ്മൾ അതിനെയൊക്കെ വേർതിരിച്ചറിയുന്നില്ലേ അല്ലേ. നമ്മൾ ഉദാഹരണം കണ്ടിട്ടുണ്ടായിരുന്നു, വീണായ വാദ്യമാനായ, വീണയുടെ ശബ്ദം നമ്മൾ വേർതിരിച്ചറിയുന്നു അല്ലേ. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഭഗവാന്റെ സൃഷ്ടി നോക്കൂ. ഞാൻ സംസാരിക്കുന്ന പോലെ അല്ല അടുത്തിരിക്കുന്ന ആൾ സംസാരിക്കുന്നത് അല്ലേ. ഒരമ്മയുടെ തന്നെ മക്കൾ നോക്കിക്കും,
അവർ ടിൻസാണെങ്കിൽ പോലും അവരുടെ ശബ്ദത്തിന് വ്യത്യാസമില്ല അല്ലേ? സൃഷ്ടി നോക്കൂ ഭഗവാന്റെ. ഓരോ മൃഗങ്ങളുടെയും നോക്കൂ അല്ലേ? നായയുടെ പോലെയല്ല പൂച്ചയുടെ, അല്ലേ? കാക്കയുടെ പോലെയല്ല മറ്റുള്ള പക്ഷികളുടെ. ഓരോ പക്ഷികളുടെയും ശബ്ദങ്ങൾ, അതിൻ്റെ ആ ശബ്ദവിന്യാസം എത്ര വ്യത്യസ്തമാണ് അല്ലേ? മനുഷ്യരുടെ ശബ്ദം പോലെയല്ല മറ്റു ജീവചരാചരങ്ങൾ എല്ലാവരുടെയും, മനുഷ്യജാതിയിൽ തന്നെ എടുത്തോളൂ, എല്ലാവരുടെയും ശബ്ദം വ്യത്യസ്തമായിരിക്കുന്നു ഭഗവാന്റെ സൃഷ്ടി. അപ്പോൾ നമുക്ക് ആ വ്യത്യസ്തമായി കേൾക്കാൻ സാധിക്കുന്നത് നമുക്ക് തന്നെ അറിയാം അല്ലേ? ഒരാൾ നമ്മുടെ ഉമ്മറത്ത് വന്ന് നമ്മളെ വിളിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ശബ്ദം പരിചയമുള്ളതാണെങ്കിൽ ഇന്ന ആളാണ് എന്നെ വിളിക്കുന്നത് അല്ല, ഇന്ന ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ശബ്ദം നമ്മൾ മുറിയിലിരുന്ന് കേട്ടാലും നമുക്ക് മനസ്സിലാകും ഇന്ന ആളാണ്. വേർതിരിച്ച് കേൾക്കുമ്പോൾ വേർതിരിച്ചറിയുന്നത് ആ ശ്രോത്രേന്ദ്രിയത്തിൻ്റെ കഴിവ് കൊണ്ടാണ്. അത് ഇവിടെ പറയുന്നു അല്ലേ? ഇതിൻ്റെ ദേവതകളൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ? അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത്. ശ്രോത്രേന്ദ്രിയത്തിനെ, കേൾവി എന്ന അനുഭവത്തിനെ നമുക്ക് വേർതിരിച്ച് കേൾക്കാൻ സാധിക്കുന്നത് ശ്രോത്രേന്ദ്രിയം ഉള്ളത് കൊണ്ടാണ്. ശ്രോത്രേന്ദ്രിയത്തിന് ആ ധർമ്മം ചെയ്യാൻ സാധിക്കുന്നത് ദിഗ്ദേവതകളുടെ സഹായം കൊണ്ടാണ് അല്ലേ? ആ ദിഗ്ദേവതകൾ ഇരുന്ന് അവയുടെ ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നദി ഒഴുകുന്ന ശബ്ദം അല്ലേ? കുറച്ച് വെള്ളം കൂടുമ്പോൾ നമുക്കിവിടെ അറിയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ആശ്രമത്തിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഗംഗാജി കുറച്ചങ്ങോട്ട് വെള്ളം കൂടിയാൽ അപ്പോൾ അറിയാം, ആ ശബ്ദം മാറും. ഗംഗാജിയുടെ ഒഴുക്കിൻ്റെ ശബ്ദം മാറും. വളരെ ശാന്തമായി ഒഴുകുമ്പോൾ ഒരു ശബ്ദം, വെള്ളം കൂടുമ്പോൾ മറ്റൊരു ശബ്ദം. ഇതെല്ലാം നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. ആരാണ്? ദിഗ്ദേവതകളാണ് അതിന് സഹായിക്കുന്നത്. ഇവിടെ ദേവതയെക്കുറിച്ച് യാജ്ഞവൽക്യ മഹർഷി പറയുന്നില്ല, കാരണം ആർത്തഭാഗം ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറയേണ്ട കാര്യവുമില്ല അല്ലേ? വിഷയങ്ങൾ മാത്രം, ശ്രോത്രേന്ദ്രിയം എന്താണ് ചെയ്യുന്നത് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പുറമേയുള്ള ശബ്ദത്തിനെ ശ്രോത്രേന്ദ്രിയത്തിൻ്റെ സഹായത്തിനാൽ വേർതിരിച്ചറിയുന്നു. അപ്പം ആ വേർതിരിച്ചറിയുവാൻ സാധിക്കുന്നത് ശ്രോത്രേന്ദ്രിയമുള്ളതിനാലാണ്. അത് മാത്രമേ യാജ്ഞവൽക്യ മഹർഷി പറയുന്നുള്ളൂ. ശ്രോത്രേണ ഹി ശബ്ദാൻ ശൃണോതി എന്ന് വെച്ചാൽ എന്താണ്? ശ്രോത്രേണ ദ്വിവചനമാണ്, 2 ശ്രോത്രേന്ദ്രിയം അല്ലേ? 2 ചെവിടുണ്ട് നമുക്ക്. ശബ്ദാൻ, ശബ്ദങ്ങളെ, ബഹുവചനം. ശ്രോത്രേന്ദ്രിയത്തിൻ്റെ സഹായത്തിനാലാണ് ബഹുശബ്ദാൻ, വിവിധങ്ങളായ ശബ്ദങ്ങളെ നമ്മൾ ശൃണോതി, വേർതിരിച്ച് കേൾക്കുന്നത്. നമ്മൾ അതിനെ വേർതിരിച്ചറിയുന്നത് ശ്രോത്രേന്ദ്രിയത്തിൻ്റെ സഹായത്തിനാലാണ്. നമുക്ക് ബാക്കി സപ്തമ മന്ത്രം മുതൽ നാളെ പഠിക്കാം. നമ്മൾ പഠിച്ചത് 1 ഘ്രാണേന്ദ്രിയം, മറ്റ് വാഗേന്ദ്രിയം, 3 രസനേന്ദ്രിയം, 4 ചക്ഷുരേന്ദ്രിയം, 5 ശ്രോത്രേന്ദ്രിയം. ഇനി 3 കൂടെ ഉണ്ട്. അങ്ങനെ 8 പ്രധാനപ്പെട്ട ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറയുന്നു. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.